ഹായ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ PSC എക്സാം അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നമ്മളിത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവാർഡാണ് വിതരണം ചെയ്യുന്നത് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ്. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ നരേന്ദ്രസിംഗ് തോമർ തന്നെയാണ് നിലവിൽ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തി രാജ് മന്ത്രാലയം വിതരണം ചെയ്യുന്ന പുരസ്കാരമാണ് ഈ പഞ്ചായത്ത് പുരസ്കാരം എന്നുള്ളത്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ, പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളിൽ ഡിജിറ്റലൈസേഷൻ ഉപയോഗിക്കുന്നതിന്റെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പുരസ്കാരമാണ് ഈ പഞ്ചായത്ത് പുരസ്കാരം എന്നുള്ളത്. വിതരണം ചെയ്യുന്നത് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ്. 3 കാറ്റഗറിയിലാണ് സംസ്ഥാനങ്ങൾക്ക് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. കാറ്റഗറി 1-ൽ ഈ പുരസ്കാരം നേടിയിരിക്കുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് അസം സംസ്ഥാനവും അതുപോലെ തന്നെ ഛത്തീസ്ഗഡുമാണ്. അതുപോലെ കാറ്റഗറി 2-ൽ ഈ പുരസ്കാരം നേടിയിരിക്കുന്നത് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് തെലങ്കാനയാണ്. 2ാം സ്ഥാനത്തുള്ളത് ആന്ധ്രാപ്രദേശും ഹിമാചൽ പ്രദേശുമാണ്. കാറ്റഗറി 3-ൽ 1ാം സ്ഥാനത്തുള്ളത് കർണാടകയാണ്. 2ാം സ്ഥാനത്തുള്ളത് മധ്യപ്രദേശാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് പുരസ്കാർ വിതരണം ചെയ്യുന്നത് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ്. വിവിധ കാറ്റഗറിയിലുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആണ്. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ 2021 ഏപ്രിലിൽ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 3 പേരാണ്. അതിലൊന്ന് ശ്രീ PV അബ്ദുൽ വഹാബ്, അതുപോലെ ഡോക്ടർ V ശിവദാസൻ, അതുപോലെ മാധ്യമപ്രവർത്തകനായ ജോൺ ബ്രിട്ടാസ്. അപ്പോൾ എത്ര പേരാണ് 2021 ഏപ്രിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? 3 പേരാണ്. മാധ്യമപ്രവർത്തകനായ ജോൺ ബ്രിട്ടാസ്, ഡോക്ടർ V ശിവദാസൻ, അതുപോലെ ശ്രീ PV അബ്ദുൽ വഹാബ്. അടുത്തത് ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് പ്രാണ എന്നതാണ്. ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. ആശുപത്രികളിൽ രോഗികളുടെ കട്ടിലിനരികെ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന സംവിധാനമാണ് പ്രാണ പദ്ധതി. ഇപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ കോവിഡ് രോഗികളുടെ കട്ടിലിനരികെ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന പദ്ധതി പ്രാണ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചോദിച്ചേക്കാം, പ്രാണ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണെന്നുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. അടുത്തത് കോഴിക്കോട് സ്വദേശിനിയായ പ്രിയങ്ക പ്രസാദിനെ പറ്റിയാണ്. ഫോബ്സ് മാസികയുടെ ഫോബ്സ് 30 Under 30 ഏഷ്യ 2021. അപ്പോൾ 30 വയസ്സിന് താഴെയുള്ള സ്വയം സംരംഭകരായിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റിംഗ് ആണ് ഫോബ്സ് 30 Under 30 ഏഷ്യ 2021. ഈ പട്ടികയിൽ ഇടം നേടിയ കോഴിക്കോട് സ്വദേശിനിയാണ് പ്രിയങ്ക പ്രസാദ്. സിംഗപ്പൂരിലെ ഒരു ഹെൽത്ത് സ്ഥാപനമായ പ്രൈം റെസിപ്പി എന്ന സ്ഥാപനത്തിന്റെ സഹസ്ഥാപക കൂടിയാണ് പ്രിയങ്ക പ്രസാദ്. അപ്പോൾ ഫോബ്സ് മാസികയുടെ ഫോബ്സ് 30 Under 30 ഏഷ്യ 2021 ഏഷ്യയിലെ 30 വയസ്സിന് താഴെയുള്ള സ്വയം സംരംഭകരുടെ ഒരു ലിസ്റ്റിംഗ് ആണ് 30 Under 30 ഏഷ്യ എന്നുള്ളത്. അതിൽ ഇടം നേടിയ കോഴിക്കോട് സ്വദേശിനിയാണ് പ്രിയങ്ക പ്രസാദ്. അടുത്തത് ഒരു പുരസ്കാരമാണ്. ടെലിവിഷൻ ജേർണലിസ്റ്റായ ബാർഖ ദത്തിന് കേരള മീഡിയ അക്കാദമിയുടെ 2020 നാഷണൽ മീഡിയ അവാർഡ്സിൽ ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അവരുടെ കോവിഡ് സമയത്തെ മാധ്യമ പ്രവർത്തനത്തിൽ അവരുടെ ത്യാഗോജ്വലമായ സേവനം കണക്കിലെടുത്താണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2020 നാഷണൽ മീഡിയ അവാർഡ്സിൽ ദേശീയ മാധ്യമ പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ബാർഖ ദത്താണ്. ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് കേരള മീഡിയ അക്കാദമിയാണ്. അടുത്തത് മറ്റൊരു പുരസ്കാരമാണ് തിലകൻ സ്മാരകവേദി. അന്തരിച്ച മഹാനടൻ തിലകന്റെ പേരിലുള്ള തിലകൻ സ്മാരകവേദിയുടെ തിലകൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ചലച്ചിത്ര പ്രവർത്തകനായ പ്രമോദ് പയ്യന്നൂരാണ്. അടുത്തത് ഒരു മരുന്നാണ്. അതിന്റെ പേര് വിരാഫിൻ എന്നാണ്. കോവിഡ് ബാധിതരുടെ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലെ അടിയന്തര ഉപയോഗത്തിന് എമർജൻസി യൂസിന് അനുമതി ലഭിച്ച മരുന്നാണ് വിരാഫിൻ. അപ്പോൾ 2021 ഏപ്രിൽ കോവിഡ് രോഗികൾക്ക് അടിയന്തര ചികിത്സയ്ക്കായിട്ട് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയ മരുന്നാണ് വിരാഫിൻ എന്നുള്ളത്. നിലവിലെ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ഡോക്ടർ VG സൊമാനിയാണ്. ഈ മരുന്ന് വികസിപ്പിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലെ സൈഡസ് കാഡിലെയാണ്. അടുത്തത് ഡൽഹി സംസ്ഥാനത്തെ പറ്റിയാണ്. കോവിഡിന്റെ 2ാം ഘട്ടം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഓക്സിജൻ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് റെഡി ടു യൂസ് ഓക്സിജൻ പ്ലാന്റുകൾ ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ഡൽഹി. അപ്പോൾ കോവിഡിന്റെ 2ാം ഘട്ടം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഫ്രാൻസിൽ നിന്നും റെഡി ടു യൂസ് ഓക്സിജൻ പ്ലാന്റുകൾ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചത് ഡൽഹിയാണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആണ്. ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ അനിൽ ബൈജാലാണ്.
അടുത്തത് ഒരു യോഗ പ്രോഗ്രാമാണ് ആരംഭിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ് സംസ്ഥാനത്താണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീടുകളിൽ കഴിയുന്നവരും സെൽഫ് ഐസൊലേഷനിലും ക്വാറന്റൈനിലും ഒക്കെ കഴിയുന്നവർക്കായിട്ട് മധ്യപ്രദേശ് സംസ്ഥാനം ആരംഭിച്ച ഒരു യോഗ പരിപാടിയാണ് യോഗ് സേ നിരോഗ് എന്നുള്ളത്. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാലാണ്. മുഖ്യമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനാണ്. അടുത്തത് കേന്ദ്ര സാമ്പത്തികകാര്യ സെക്രട്ടറി ആയിരുന്ന ശ്രീ അജയ് സേതിനെ പറ്റിയാണ്. കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബോർഡിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുകയാണ് ശ്രീ അജയ് സേതിനെ. അപ്പോൾ 2021 ഏപ്രിൽ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബോർഡിന്റെ ഡയറക്ടറായി നിയമിതനായിരിക്കുന്നത് കേന്ദ്ര സാമ്പത്തികകാര്യ സെക്രട്ടറിയായ ശ്രീ അജയ് സേതാണ്. അടുത്തത് ഒരു സൂചികയാണ് ചാൻഡലർ ഗുഡ് ഗവൺമെന്റ് ഇൻഡെക്സ്. ഈ സൂചിക പ്രസിദ്ധീകരിക്കുന്നത് സിംഗപ്പൂരിലെ ചാൻഡലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവേണൻസ് ആണ്. അപ്പോൾ 2021 ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച ചാൻഡലർ ഗുഡ് ഗവൺമെന്റ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 49ആണ്. ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഫിൻലൻഡാണ്. പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള രാജ്യം വെനസ്വേലയാണ്. 104 രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ചാൻഡലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49. പട്ടികയിൽ മുന്നിലുള്ള രാജ്യം ഫിൻലാൻഡ്, പട്ടികയിൽ പിന്നിലുള്ള രാജ്യം വെനസ്വേല. അടുത്തത് ഒരു റിപ്പോർട്ടാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിപ്രിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് തുക ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാമതാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ട് തുക ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാമതാണ്. ഏറ്റവും മുന്നിലുള്ളത് അമേരിക്ക തന്നെയാണ്. 2ാമത് ചൈനയാണ്. അടുത്തത് ഫിലിപ്പീൻസിലെ മൻലുയാങ് ആസ്ഥാനമായുള്ള ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയാണ്. കോവിഡിന്റെ 2ാം ഘട്ടം പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് $1.5 ബില്യൺ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ ADB കോവിഡിന്റെ 2ാം ഘട്ടം കണക്കിലെടുത്ത് ഇന്ത്യക്ക് $1.5 ബില്യൺ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ADBയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? മസറ്റ്സുഗു അസകാവയാണ്. അടുത്തത് അമേരിക്കയെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന കോൺഫറൻസ് ആണ് ലീഡേഴ്സ് സമ്മിറ്റ് ഓൺ ക്ലൈമറ്റ് എന്നുള്ളത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ലീഡേഴ്സ് സമ്മിറ്റ് ഓൺ ക്ലൈമറ്റ് എന്നുള്ളത്. ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്ന അമേരിക്കയാണ്. വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത ഒരു ഉച്ചകോടിയാണ് ലീഡേഴ്സ് സമ്മിറ്റ് ഓൺ ക്ലൈമറ്റ് എന്നുള്ളത്. വിർച്വൽ ഇവന്റ് ആയിട്ടാണ് നടന്നത്. COVID-19 പശ്ചാത്തലത്തിൽ വിർച്വൽ ആയിട്ടായിരുന്നു ലീഡേഴ്സ് സമ്മിറ്റ് ഓൺ ക്ലൈമറ്റ് നടന്നത്. നേതൃത്വം നൽകിയ രാജ്യം അമേരിക്കയാണ്. അടുത്തത് UK പറ്റിയാണ്. യുണൈറ്റഡ് കിങ്ഡമിനെ പറ്റിയാണ്. മൈക്രോസോഫ്റ്റുമായി സഹകരിച്ചുകൊണ്ട് വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം എന്നീ മേഖലകളിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. അപ്പോൾ വെതർ ഫോർകാസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നീ മേഖലകളിലേക്കായിട്ട് പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. അടുത്തത് അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് എക്സിന്റെ പുതിയൊരു ദൌത്യത്തെ പറ്റിയാണ്. അതിന്റെ പേര് സ്പേസ് എക്സ് ക്രൂ 2 മിഷൻ എന്നാണ്. റീസൈക്കിൾ ചെയ്ത റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച സ്പേസ് എക്സിന്റെ ദൌത്യമാണ് സ്പേസ് എക്സ് ക്രൂ 2 മിഷൻ എന്നുള്ളത്. അപ്പോൾ റീസൈക്കിൾ ചെയ്ത റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ യാത്രികരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച സ്പേസ് എക്സിന്റെ മിഷനാണ് സ്പേസ് എക്സ് ക്രൂ 2 മിഷൻ. സ്പേസ് എക്സിന്റെ CEO എലോൺ മസ്ക് ആണ്. അടുത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. ചൈനയുടെ ആദ്യ മാഴ്സ് റോവറിന് ചൈന പേരിട്ടിരിക്കുകയാണ്. അതിന്റെ പേര് സുറോങ് എന്നാണ്. ചൈനീസ് ഇതിഹാസത്തിലെ അഗ്നിദേവന്റെ പേരാണ് സുറോങ് എന്നുള്ളത്. അപ്പോൾ ചൈനയുടെ ആദ്യ ചൊവ്വ പരിവേഷണ ദൌത്യമായ Tianwen-ലെ മാഴ്സ് റോവറിന് ചൈന നൽകിയിരിക്കുന്ന പേര് സുറോങ് ആണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് ഹൌസ് നിലവിൽ വന്നിരിക്കുന്നത് IIT മദ്രാസ് ക്യാമ്പസിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് ഹൌസ് നിലവിൽ വന്നിരിക്കുന്നത് IIT മദ്രാസ് ക്യാമ്പസിലാണ്. അടുത്തത് ശ്രീലങ്കയെ പറ്റിയാണ്. പൊതുസ്ഥലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ ബുർഖ നിരോധനത്തിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച രാജ്യമാണ് ശ്രീലങ്ക. അപ്പോൾ ഓർമ്മിച്ചു വച്ചിരിക്കാം, പൊതുസ്ഥലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ ബുർഖ നിരോധനത്തിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച രാജ്യം ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ശ്രീ ജയവർദ്ധനപുര കോട്ടയും അതുപോലെ കൊളംബോയുമാണ്. ശ്രീലങ്കയുടെ കറൻസി ശ്രീലങ്കൻ റുപ്പിയാണ്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഗോതബയ രജപക്സെയാണ്. പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയാണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ ബുർഖ നിരോധനത്തിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച രാജ്യം ശ്രീലങ്കയാണ്. അടുത്തത് മികച്ച സംവിധാനത്തിലുള്ള ഓസ്കാർ അവാർഡ് നേടിയ ക്ലോസ് ഷാവോയെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓസ്കാർ അവാർഡ്സ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർ ആ വീഡിയോ പോയി കണ്ട് ഓസ്കാർ അവാർഡ്സിലെ പ്രധാനപ്പെട്ട അവാർഡ്സുകളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ മികച്ച സംവിധാനത്തിലുള്ള ഓസ്കാർ അവാർഡ് നേടുന്ന 2ാമത്തെ വനിതയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് ക്ലോസ് ഷാവോ. അപ്പോൾ
ചൈനീസ് യുവതിയാണ് ക്ലോ ഷാവോ. അപ്പോൾ മികച്ച സംവിധാനത്തിന് ഓസ്കാർ അവാർഡ് നേടുന്ന രണ്ടാമത്തെ വനിതയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് ക്ലോ ഷാവോ. ഏത് ചിത്രത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? നൊമാഡ് ലാൻഡ് എന്ന ചിത്രത്തിനാണ്. അടുത്തത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ആണ്. അതിലൊന്നാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ 2021 ഏപ്രിലിൽ നടന്ന യൂത്ത് മെൻസ് ആൻഡ് വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഓവറോൾ ജേതാക്കളായിരിക്കുന്നത് ഇന്ത്യയാണ്. 2ാം സ്ഥാനത്തുള്ളത് റഷ്യ, 3ാം സ്ഥാനത്തുള്ളത് ഉസ്ബെക്കിസ്ഥാൻ. ഇതിന് വേദിയായത് പോളണ്ടിലെ കെൽസെ എന്ന സ്ഥലത്താണ്. അപ്പോൾ 2021 ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ യൂത്ത് മെൻസ് ആൻഡ് വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഓവറോൾ ജേതാക്കളായിരിക്കുന്നത് ഇന്ത്യയാണ്. അടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാനെ പറ്റിയാണ്. ഓപ്പണറായിട്ട് ഇറങ്ങി 5000 റൺസ് നേടുന്ന ആദ്യ താരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓപ്പണറായി ഇറങ്ങി 5000 റൺസ് നേടുന്ന ആദ്യ താരമായിട്ട് മാറിയിരിക്കുകയാണ് ശിഖർ ധവാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന ക്രിസ് ഗെയിലിന്റെ, വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ താരമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ. അപ്പോൾ ഓപ്പണറായി ഇറങ്ങി IPL-ൽ 5000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് മാറിയിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാനാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന ക്രിസ് ഗെയിലിന്റെ റെക്കോർഡിനൊപ്പം എത്തിയ താരം രവീന്ദ്ര ജഡേജയാണ്. അടുത്തത് അമേരിക്കൻ പാരാലിമ്പിക് താരം ബ്ലേക്ക് ലീപ്പറിനെ പറ്റിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ അമേരിക്കൻ പാരാലിമ്പിക് താരമാണ് ബ്ലേക്ക് ലീപ്പർ. അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ അമേരിക്കയുടെ പാരാലിമ്പിക് കായിക താരം ബ്ലേക്ക് ലീപ്പറാണ്. അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് 2021 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാള ബാലസാഹിത്യകാരിയായ ശ്രീമതി സുമംഗല. അവരുടെ യഥാർത്ഥ പേര് ശ്രീമതി ലീല നമ്പൂതിരിപ്പാടെന്നാണ്. അപ്പോൾ 2021 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാള ബാലസാഹിത്യകാരിയാണ് ശ്രീമതി സുമംഗല. ബാലസാഹിത്യകാരിയും അതുപോലെ ചരിത്രകാരിയും വിവർത്തകയും നിഘണ്ടുകർത്താവും നോവലിസ്റ്റും ഒക്കെ വ്യക്തിയാണ് ശ്രീമതി സുമംഗല. 2013 ബാലസാഹിത്യത്തിന്, കുട്ടികളുടെ സാഹിത്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് മറ്റൊരു വിയോഗമാണ്. 2021 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ പൊഖ്രാൻ 2 ആണവ പരീക്ഷണത്തിലെ ഫീൽഡ് ഡയറക്ടറും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ശ്രീ കൃഷ്ണമൂർത്തി സന്താനം. അതുപോലെ 2021 ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് പ്രണബ് ഗാംഗുലി. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. 2021 ഓസ്കാർ അവാർഡ്സിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്ന ചോദ്യമാണ് 2021 ഏപ്രിലിൽ മരുന്ന്, ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റ് ആരോഗ്യ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്ന സംരംഭകർക്കായിട്ട് കോവിഡ് എമർജൻസി ലോൺ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളത്. അപ്പോൾ ആ സംസ്ഥാനം ഹരിയാനയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.